ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. അപ്പോൾ കഴുകന്മാർ നമ്മുടെ ചുറ്റും പറക്കുന്നത് പോലെ പിശാചുക്കളായിരിക്കും നമ്മുടെ ചുറ്റും പറക്കുവാൻ വേണ്ടി സാധ്യതയുള്ളത്. കൃപ വിലയേറിയതാണ്. നമ്മളും ഈ കൃപയാർജിക്കാൻ വേണ്ടി വില കൊടുക്കണം. അത് ഹൃദയത്തിൻ്റെ മാറ്റമാണ്, അത് സ്വഭാവത്തിൻ്റെ മാറ്റമാണ്, അത് പാപത്തെ നല്ലതുപോലെ ഉപേക്ഷിക്കേണ്ടതിന് മാറ്റമാണ്. പാപത്തെ ശരിക്കും ഉപേക്ഷിക്കലും സ്നേഹത്തെ വാരി പുണരുകയും ചെയ്യുന്നതാണ് നമ്മൾ കൊടുക്കേണ്ട വില. ക്രിസ്തു കാൽവരിയിൽ വില കൊടുത്തുകൊണ്ടാണ് നമ്മളെ നേടിയെടുത്തത്. ക്രിസ്തുവിന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന പോലെ, ഒരു കടലിലൂടെ നടക്കുന്ന പോലെ, കാറ്റിനോട് നീ ഇങ്ങോട്ട് വീശണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാറ്റിനെ തടഞ്ഞു നിർത്തുന്ന പോലെ ക്രിസ്തുവിന് നമ്മളെ കൃപാജീവിതത്തിലേക്ക് വിളിക്കാനൊക്കെ പറ്റും. എല്ലാവരും കൃപ കൊണ്ട് നിറയട്ടെ എന്ന് പറയാനൊക്കെ പറ്റും. പക്ഷെ അങ്ങനെയല്ല ക്രിസ്തു കൃപ അയച്ചത്. ക്രിസ്തു കൃപ അയച്ചത് കാൽവരി ക്രൂശിൽ വില കൊടുത്തുകൊണ്ടാണ്. തൻ്റെ ജീവനാകുന്ന വില കൊടുത്തുകൊണ്ടാണ്, തൻ്റെ രക്തത്തിൻ്റെ വില കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി, അഥവാ ക്രിസ്തു നമുക്ക് വേണ്ടി വിലയേറിയ കൃപ അയച്ചു. മനുഷ്യർ ഈ കൃപയെ സ്വീകരിക്കാൻ വേണ്ടി വലിയ വില, ജീവിതം തന്നെ കൊടുക്കണം. വെറും പറച്ചിൽ കൊണ്ടായില്ല. ഇനി എൻ്റെ രണ്ടാമത്തെ ആശയത്തിലേക്ക് ഞാൻ കിടക്കട്ടെ. മർക്കോസിൻ്റെ 2-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തെ ഉപജീവിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അൽഫായിയുടെ മകനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. മർക്കോസ് 2:14. അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. മർക്കോസ് 2:14. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ എഴുന്നേറ്റ് അവൻ യേശുവിനെ അനുഗമിച്ചു. ഇവിടെ ശിഷ്യത്വത്തിലേക്കും അനുസരണത്തിലേക്കും പെട്ടെന്നാണ് അൽഫായിയുടെ മകനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പെട്ടെന്ന് അനുസരിക്കുകയാണ്. യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുകയല്ല, അവൻ അനുസരിക്കുകയാണ്. നമ്മളൊക്കെ ഒരു പാട്ട് പാടുമ്പോൾ അത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാടിയേക്കാം. 1-2 പേർ കൈയടിക്കുമ്പോൾ എല്ലാവരും കൂടി കൈ അടിച്ചേക്കാം. അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്, അതൊരു അനുഗമിക്കലല്ല. നമുക്ക് TV ചാനൽ വഴി മാത്രമല്ല, മറ്റുള്ള ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷകളിൽ സംബന്ധിക്കാം. ആ ശുശ്രൂഷകളിൽ നമ്മൾ സംബന്ധിക്കണം. അപ്പോഴാണ് അനുസരണമാകുന്നത്. അത് ചൊവ്വാഴ്ചകളിലും ബുധനാഴ്ചകളിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കർത്താവ് വിളിച്ചിരിക്കുകയാണ് എന്നെ അനുഗമിക്കുക എന്ന്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ആധ്യാത്മികമായിട്ട് ഉയർന്നു എന്ന് കരുതുന്നവരെ മാത്രമല്ല വിളിച്ചിരിക്കുന്നത്, എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അനുസരണത്തിൻ്റെ പ്രവൃത്തി കാണിക്കണം. അൽഫായുടെ പുത്രനായ ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായി എന്ന ചുങ്കക്കാരൻ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഉടനെ അനുഗമിച്ചതുപോലെ നമ്മളും അനുസരണത്തിൻ്റെ പ്രവൃത്തി കാഴ്ചവെക്കണം. അനുസരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ആയില്ല. ശിഷ്യന്മാർ അനുസരിച്ചു. ആ ചുങ്കം പിരിവുകാരന് യേശുവുമായി ചിലപ്പോൾ നേരത്തെ പരിചയം ഉണ്ടായിരുന്നിരിക്കണം. ഈ പരിചയം മൂലമാണ് കർത്താവ് വിളിച്ച ഉടനെ അനുസരിച്ചത് എന്ന് വേണമെങ്കിൽ ചിലർക്ക് പറയാം. പക്ഷെ അങ്ങനെ നേരത്തെയുള്ള പരിചയം ഉള്ളത് കൊണ്ടല്ല, വിളിച്ച വിളിയോട് പ്രതികരിക്കുമ്പോൾ വില കൊടുക്കുവാനായിട്ട് തയ്യാറാവുകയാണ്, വില കൊടുക്കുകയാണ്. എന്നാൽ ഇന്ന പാപത്തെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാതെ ആയേക്കാം. ഇന്ന അഭിഷേകത്തെ നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ സ്വീകരിക്കാതെ ആയേക്കാം. ഇന്ന വിധത്തിൽ ശത്രുവിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ശത്രുത സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്നേക്കാം. അങ്ങനെ ഓരോ വിധത്തിലും നമ്മൾ ചെയ്യുന്നതിൻ്റെ കാരണം എന്ത്? പാപം ചെയ്യുന്നതിന് ഒരു സെക്യൂരിറ്റി ഉണ്ട്,
പാപം ചെയ്തതിൻ്റെ സുഖം അനുഭവിക്കുവാൻ. എന്നാൽ പാപം ചെയ്യാതിരിക്കുമ്പോൾ ആ പാപസുഖത്തിൻ്റെ സൗഖ്യം നമുക്ക് കിട്ടാതെ പോകുന്നു. ദുഃഖം ചെയ്യുമ്പോൾ, ദുഃഖത്തിലേക്കാകുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊരു വെല്ലുവിളിയായി മാറുന്നു. ജീവിതത്തിൻ്റെ സുരക്ഷിതത്വമില്ലാത്ത ഒരു വയലേലയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ സമീപത്തുള്ള 500 വീടുകളിൽ സുവിശേഷം പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകാൻ തയ്യാറാവുകയാണെങ്കിൽ നല്ല വില കൊടുക്കുകയാണ്. അവർ പരിഹസിക്കുന്നതും അവർ നിന്ദിക്കുന്നതും ഒക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും. നല്ലപോലെ നിങ്ങൾ വില കൊടുക്കുകയാണ്. നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നതിന് പകരം പത്രത്തിലൊരു പരസ്യം ചെയ്തേച്ച് ഇതെല്ലാവരും വായിച്ചോ എന്ന് പറഞ്ഞാൽ ആ പത്രത്തിൽ പരസ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള 5000-ഓ 12,000-ഓ 1000-ഓ രൂപ മുടക്കുകയാണ്. അത് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ മുടക്കുന്നത്. എന്നാൽ അടുത്ത 500-ഓ 50-ഓ വീട്ടിൽ സുവിശേഷം പറയാൻ പോകുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും. അവർ വേറെ മതത്തിലുള്ളവരാണ്, അവർ ഇത്തരം പ്രസ്ഥാനങ്ങളോട് സഹകരണമില്ലാത്തവരാണ്, ഇതിൻ്റെ നേതൃത്വത്തെ കണ്ണെടുത്ത് കണ്ടുകൂടാത്തവരാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ആ വില കൊടുക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഞായറാഴ്ചകളിൽ ഒതുങ്ങിക്കൂടിയെന്ന് വരും. നിങ്ങൾക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതത്തിൻ്റെ ശൈലികളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തിങ്കൾ മുതൽ ശനി വരെയും സ്വസ്ഥമായിരിക്കും, ഞായറാഴ്ച ഒന്ന് വരും പോകും. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നു, കല്ലേറ് കൊള്ളാതിരിക്കാൻ ശ്രമിക്കുന്നു, ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തേക്കാൾ വലുത് ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ കൃപയുടെ സുരക്ഷിതത്വമാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെങ്കിൽ നമുക്ക് ലജ്ജയില്ലാതെ നമ്മൾ സുവിശേഷ വേലകളിൽ പോവുക തന്നെ ചെയ്യും. നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കനുസരിച്ചല്ല ദൈവത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ. നമ്മുടെ കണക്കൂട്ടലുകൾ, ഈ ചെലവുകൾ വളരെ കൂടുതലാണ്. ഈ നഗരത്തിലെ വലിയ ചിലവേറിയ വാടകയ്ക്ക് നമുക്ക് യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് പണം പരമാവധി നമ്മൾ ലുബ്ധിച്ച് ചെലവാക്കുകയോ നമ്മളത് കയ്യിൽ നിന്ന് എടുത്തിട്ടൊക്കെയാണ്. അവിടെ നമ്മൾ നമ്മുടെ ഭൗതിക സുരക്ഷിതത്വത്തിന് കൂടുതൽ പ്രാവീണ്യം കൊടുക്കുന്നു. നമ്മുടെ അയൽവക്കത്തെ 1000-10,000 വീടുകളിൽ അവർ എപ്പോൾ മരിച്ചാലും നരകത്തിലേക്ക് പോകൂ, കാരണം സുവിശേഷം കേൾക്കാത്തവരാണ്. അവർക്ക് നിത്യത കിട്ടാൻ സാധ്യതയില്ല. അവർ ഫരിസേയ ശുശ്രൂഷകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്, അവർക്കും സുവിശേഷത്തിൻ്റെ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ പ്രാധാന്യം എന്തിന്? മത്തായി എന്ന ചുങ്കക്കാരൻ പ്രാധാന്യം കൊടുത്തത് മർക്കോസ് 2:14 പറഞ്ഞതുപോലെ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടിയിട്ടാണ്. വള്ളവും വലയും ഇട്ടിട്ട് ഇറങ്ങിപ്പോയി. മത്തായി 4:17-19 വാക്യങ്ങളിൽ പത്രോസ് ആകട്ടെ വീണ്ടും വീണ്ടും വിളിച്ചപ്പോൾ ഒന്നുപേക്ഷിച്ച് പോയി എങ്കിലും വീണ്ടും തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി തീരുകയാണ് ചെയ്തത്. മർക്കോസിൻ്റെ 3-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ എത്തുമ്പോൾ, മർക്കോസ് 3:14 പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ച് അവർ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 വരെ നിയമിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. മർക്കോസ് 3:14 വാക്യത്തിൽ പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ച് അവൻ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും, ആദ്യത്തെ ആ ശുശ്രൂഷ തന്നോട് കൂടി ഇരിക്കുക, ദൈവത്തിൻ്റെ കൂടെ, യേശുവിൻ്റെ കൂടെ. രണ്ടാമത് ഭൂതങ്ങളെ പുറത്താക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്യാൻ ദൈവം വിളിക്കുകയാണ് 12 വരെ. തന്നോട് കൂടി ഇരിക്കാത്തവർക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയുകയില്ല. തന്നോട് കൂടി ഇരിപ്പാനും പിന്നെയോ 3-ാമത്തെ പ്രസംഗിക്കേണ്ടതിന് അയക്കാനും. തൻ്റെ കൂടെ ഇരുന്ന് തൻ്റെ ആത്മാവിനെ വാങ്ങിച്ചല്ലാതെ സുവിശേഷം പ്രസംഗിക്കാൻ പോകാൻ കഴിയുകയില്ല. തന്നോട് കൂടി ഇരിക്കുന്നത് കുറയുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകം തുറന്നു വെച്ച് അതിലെ വാക്യങ്ങൾ വായിച്ച് അതിൻ്റെ അഭിഷേകത്തോട് ചേർന്ന് സഹകരിച്ച് നമ്മളെ തന്നെ താഴ്ത്തി അങ്ങനെ വേണം തന്നോട് ചേർന്നിരിക്കുവാൻ. അതിന് കഴിയാതെ പ്രസംഗിക്കാൻ വേണ്ടി നമ്മൾ പോയേക്കാം. തന്നോടുകൂടി ഇരിക്കാതെയുള്ളവരുടെ പ്രസംഗങ്ങൾ ഫോൾസ് ടീച്ചിങ് ആയി പോവും.
തൻ്റെ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ച് സ്വയം ജീവിച്ചുകൊണ്ടും കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നിങ്ങളെന്ന പാസ്റ്റർ അഥവാ നിങ്ങളെന്ന ശുശ്രൂഷകൻ അഥവാ നിങ്ങളെന്ന വിശ്വാസി ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പ്രാർത്ഥനയും കപടമായി തീരും, പാട്ടും കപടമായി തീരും, അത് ഫരിസേയ മനസ്സോടുകൂടിയായി തീരും. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രവേശിക്കുക എന്നതാണ് അന്നത്തെ ആദിമ ക്രിസ്ത്യാനിറ്റിയുടെ സ്വത്വം. അതായിരുന്നു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങേയറ്റമായി തീരുക എന്നുള്ളതായിരുന്നു. ക്രിസ്തുവിനുള്ള ബന്ധമില്ലാതെ ആയതുകൊണ്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, വേദപുസ്തക പഠനവും സ്നേഹത്തിൻ്റെ അഭ്യാസവും പ്രാർത്ഥനയുടെ ഉയർച്ചയുമാണ് ക്രിസ്തു ശിഷ്യനാകുവാനുള്ള യോഗ്യത. ഒരു ക്രിസ്തു ശിഷ്യനല്ലാത്തവന് ഒരിക്കലും സുരക്ഷിതത്വമുള്ള ദൈവരാജ്യത്തിൻ്റെ സന്തോഷത്തെ അനുഭവിക്കാൻ കഴിയുകയില്ല. വളരെ സുരക്ഷിതമായ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെ കൂടുതലായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കണം. ദൈവകൃപയെ ഞാൻ വീണ്ടും പറഞ്ഞു, അതിനെ വില കൊടുത്തുകൊണ്ട് വാങ്ങുകയും വിലയേറിയ ദൈവകൃപയെ വാങ്ങുകയും ചെയ്തിരിക്കണം. അയൽക്കാരനായിരിക്കുക എന്നത് മറ്റുള്ളവരിൽ നാം കണ്ടെത്തേണ്ട ഒരു ഗുണമല്ല. നല്ല അയൽക്കാരനാകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞേക്കാം. എന്നാൽ അങ്ങനെയല്ല, എനിക്ക് നല്ല അയൽക്കാരനാകണം എന്നതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത. പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണമായ മനസ്സോടും പൂർണ്ണമായ ആത്മാവോടും കൂടി ദൈവത്തെ അനുഗമിക്കണമെന്നും ദൈവത്തെ സ്വീകരിക്കണമെന്നും പറയുമ്പോൾ നമ്മുടേതായ സ്വാതന്ത്ര്യത്തോടു കൂടി അല്ല അവിടെ ചെയ്യേണ്ടത്, വേദപുസ്തകത്തിൽ പറയുന്ന സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്. ഇങ്ങനെ ശിഷ്യത്വം ഏറ്റെടുത്ത് നല്ലൊരു ക്രിസ്ത്യാനിയാകാൻ ശ്രമിക്കുമ്പോൾ അവിടെ ക്രൂശ് അനുഭവം ഉണ്ടാകും. നമ്മുടെ ഈ പ്രസംഗത്തിൻ്റെ മധ്യഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. അവിടെ നമുക്ക് ക്രൂശിത അനുഭവം ഉണ്ടാകും. ഇതിന് ഞാൻ മർക്കോസിൻ്റെ സുവിശേഷം തന്നെ ഉപജീവിക്കാം. 8-ാം അധ്യായം ക്രൂശിത അനുഭവത്തെക്കുറിച്ച് പറയുവാനാണ്. 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ, മർക്കോസ് 8 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ, മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞ് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു, സാത്താനെ എന്നെ വിട്ടുപോ, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചു എന്നാൽ അതിനെ കളയും. ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. വായിച്ചു കേട്ടു. യേശുവിനെ അനുഗമിക്കുവാനുള്ള വിളിക്ക് തൻ്റെ പീഡാനുഭവത്തെ പറ്റിയുള്ള അവൻ്റെ മുന്നറിയിപ്പിനോടും അടുത്ത ബന്ധമാണുള്ളത്. തന്നെ അനുഗമിക്കണം എന്ന് പറയുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. അവിടുത്തെ പ്രശ്നം ഇതാണ്: യേശു കഷ്ടത സഹിക്കുകയും തള്ളിക്കളയപ്പെടുകയും വേണം എന്ന് യേശുവിന് അറിയാമായിരുന്നു. യേശുവിന് കഷ്ടത സഹിക്കേണ്ടി വരുമെന്ന്, യേശു തള്ളിക്കളയപ്പെടുമെന്ന്. അത് തള്ളിക്കളയപ്പെടുക, കഷ്ടത സഹിക്കേണ്ടി വരിക, അത് കൂടിയേ തീരൂ എന്ന സംഗതി ദൈവത്തിൻ്റെ ഈ വാഗ്ദാനത്തിലുള്ളതാണ്. കഷ്ടം സഹിക്കേണ്ടി വരും, തള്ളിക്കളയപ്പെട്ടേക്കാം. പല വിധത്തിലുള്ള കഷ്ടങ്ങൾ സഹിക്കപ്പെട്ടേ തീരൂ. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും ഏത് വിധത്തിലാണെങ്കിലും ഞാൻ എൻ്റേതായ കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് മാത്രം മുന്നേറിയാലേ എൻ്റെ യേശുവിനെ പ്രിയപ്പെടുകയുള്ളൂ എന്നെനിക്കറിയാം.
ഇത് ഓരോ ക്രിസ്ത്യാനിയും, ഓരോ സഹകാരിയും, ഓരോരുത്തരും കഷ്ടം സഹിക്കപ്പെടുമ്പോൾ ദൈവത്തിന് വേണ്ടി സഹിക്കുവാൻ തയ്യാറുള്ള മനസ്സ് ഉണ്ടാകണം. തള്ളിക്കളയപ്പെടുമ്പോൾ നീ എന്തിനാണ് എന്നെ തള്ളിക്കളഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് പല്ലും നഖവും ഉപയോഗിച്ച് അവരെ എതിർക്കുക എന്നതല്ല നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഇതെല്ലാം കൂടിയേ കഴിയൂ. ദൈവരാജ്യത്തിൽ പോകണമോ, ഞാൻ കഷ്ടം സഹിക്കേണ്ടി വരും. ഞാൻ തള്ളിക്കളയേണ്ട വരുമ്പോൾ സാരമില്ലെന്ന് വെക്കണം. അപ്പോൾ സഹനവും തിരസ്കരണവും എന്ന വാക്കാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. സഹനം, തിരസ്കരണവും ഉണ്ടാകും. യേശു കഷ്ടത സഹിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ എങ്കിൽ മശിഹയായി വാഴ്ത്തപ്പെടുമായിരുന്നു. ലോകത്തിൻ്റെ മുഴുവൻ ആദരവും ലോകത്തിൻ്റെ മുഴുവൻ സമാധാനവും അവൻ്റെ പീഡാനുഭവത്തിൽ കേന്ദ്രീകരിക്കപ്പെടുമായിരുന്നു. എല്ലാവരും കൂടി യേശു എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് മരിച്ചത്, നമുക്കവനെ സഹതാപത്തിൻ്റെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കാം എന്ന് പറയുമായിരുന്നു. എന്നാൽ യേശു പീഡാനുഭവം കാൽവരി ക്രൂശിൽ വരിച്ചത് ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ച സന്തോഷത്തെയും പ്രസംഗത്തെയും എല്ലാം അതിജീവിക്കുന്ന അതിശക്തമായ അവസ്ഥയായിരുന്നു. തിരസ്കരണം പീഡാനുഭവത്തിൻ്റെ മഹത്വമായൊരു പരിവേഷമായി മാറുകയാണ്. ഏറ്റവും കൂടുതൽ തിരസ്കരണം. പീഡാനുഭവങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ ചെയ്യുന്നതിനെ അനുഗമിക്കാനും അനുകരിക്കാനുള്ളതല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരസ്കരണത്തിൻ്റെ, പീഡാനുഭവത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ പരിവേഷം കണ്ടെത്തുകയാണ്. ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ, മാതാപിതാക്കന്മാർ അംഗീകരിക്കാതെ വരുമ്പോൾ, ഇടവകയിൽ VIP-മാരായി എല്ലാത്തിൻ്റെയും മുൻപന്തിയിൽ ഓടി ഓടി നടക്കുന്നവർ അംഗീകരിക്കാതെ വരുമ്പോൾ, അവർ കുറ്റപ്പെടുത്തുമ്പോൾ, ജോലി കിട്ടാതെ വരുമ്പോൾ, ഭർത്താവ് അംഗീകരിക്കാതെ വരുമ്പോൾ, ഭാര്യ സ്നേഹിക്കാൻ കഴിയാതെ വരുമ്പോൾ, മക്കൾ ഉണ്ടാകാതെ വരുമ്പോൾ, ഉള്ളവർ അംഗീകരിക്കാതെ വരുമ്പോൾ, ഇവിടെയൊക്കെയും നമ്മൾ തിരസ്കരിക്കപ്പെടുകയാണ്. ആ തിരസ്കരണം നാട്ടുകാർക്കുണ്ട്. നാട്ടുകാർക്ക് തിരസ്കരണം ഉണ്ടാകുന്ന വിവേകത്തോടു കൂടി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാഞ്ഞിട്ടും നാട്ടുകാർക്ക് തിരസ്കരണം ഉണ്ടാകുന്ന വിവേകത്തോടെ പെരുമാറാത്തത് കൊണ്ടും ഒക്കെയാണ്. നമുക്ക് തിരസ്കരണം ഉണ്ടാകുന്നത് സർവശക്തനായ യേശുവിനെ കൊടുക്കുന്നതിന് പേരിലാണ്, യേശുവിനെ അറിയുന്നതിന് പേരിലാണ്, യേശുവിനെ അനുഭവിക്കുന്നതിന് പേരിലാണ്, യേശുവോട് ചേർന്നിരിക്കുന്നതിന് പേരിലാണ്. അത് നമ്മൾ ഏറ്റെടുക്കണം. ഈ ലോകത്തിൽ യഥാർത്ഥ ദൈവത്തെ അറിഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ തിരസ്കരിക്കപ്പെടേണ്ടത്. യഥാർത്ഥ ദൈവത്തെ കൊടുക്കുന്നതിന് പേരിലാണ് നമ്മൾ തിരസ്കരിക്കപ്പെടേണ്ടത്. യഥാർത്ഥ സുവിശേഷത്തെ നൽകുന്നതിന് പേരിലും കൊടുക്കുന്നതിന് പേരിലും പങ്കുവയ്ക്കുന്നതിന് പേരിലും നമ്മൾ അവഹേളിക്കപ്പെടണം. അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വീമ്പടിക്കേണ്ടി വരുമ്പോൾ അതിന് യാതൊരു വിലയുമില്ലാതെ പോകും. കാൽവരി ക്രൂശിൽ യാഗമായ ക്രിസ്തു തന്നെയും പിന്നീട് നമ്മുടെ വിധിയാളനായി വരുമ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പ്രവൃത്തികൾ എല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ യേശുവിന് വേണ്ടി സഹിക്കാതെ പിന്മാറിയതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് നേരെ വരും. യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ വന്ന കുറവുകൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് നമ്മളുടെ മുമ്പിൽ ചോദ്യങ്ങൾ വരും. പേഴ്സണലായ ഒരു സംഭവം മാത്രമല്ല, സാമൂഹ്യമായ ഒരു സംഭവം കൂടിയാണത്. എൻ്റെ രക്ഷയും എൻ്റെ പാപമില്ലായ്മയും മാത്രമല്ല ക്രിസ്തു നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. 10,000ങ്ങളുടെ രക്ഷയാണ്, 10,000ങ്ങളുടെ പാപമില്ലായ്മയാണ്. ഇപ്പോൾ 740 കോടി ജനങ്ങളുണ്ടെന്ന് വിചാരിക്കൂ. ഹൈന്ദവർ ഒരു 120-130 കോടിയോളം, ഇസ്ലാം സഹോദരങ്ങൾ ഏതാണ്ട് അടുത്ത് 100 കോടിയോട് അടുത്ത്, കത്തോലിക്കർ 100 കോടിയുടെ മുകളിൽ, ജൈനമതക്കാരും ബുദ്ധമതക്കാരും എല്ലാവരുടെ കൂടിയാൽ ഇതെല്ലാം കൂടെ കൂടുമ്പോൾ ഒരു 500 കോടിയിലധികമായി. ചൈനയിലുള്ള അവസ്ഥ ഒരു വിശുദ്ധ കമ്മ്യൂണിസം അല്ല, അവിടെ എന്തൊക്കെയോ കമ്മ്യൂണിസമാണ്. ഇന്ത്യയിലുള്ള പൊതുജനങ്ങളുടെ കാര്യം ഇങ്ങനെ വരുമ്പോൾ ഈ 740-ൽ ഏതാണ്ട് 600 കോടി മനുഷ്യരും ക്രിസ്തുവിന് രക്ഷ ആസ്വദിച്ചറിയാതെ കിടക്കുകയാണ്. പക്ഷെ അവർക്കാർക്ക് നിത്യത കൊടുക്കുവാൻ വേണ്ടിയല്ല കാൽവരി ക്രൂശിൽ കർത്താവായ യേശു തൻ്റെ ജീവിതം കാഴ്ചവെച്ചത്. നമുക്ക് ആ വിളി കേട്ട് വരുന്നവർക്ക്, വിശ്വാസ സ്നാനമെടുക്കാൻ തയ്യാറായി വരുന്നവർക്ക്, വിശുദ്ധ ജീവിതം നയിക്കാൻ കടന്നു വരുന്നവർക്ക്, അവർക്ക് നിത്യരക്ഷ കൊടുക്കുവാനും
അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുമാണ് കാൽവരി ക്രൂശിൽ യേശു വന്നത്, യേശു മരിച്ചത്, യേശു ഉയർത്തെഴുന്നേറ്റത്. നമ്മുടെ രക്ഷയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. രക്ഷിക്കപ്പെടാത്ത 600 കോടിയിൽ പരം ജനങ്ങൾ വൻ നഗരങ്ങളിൽ, ഗ്രാമപശ്ചാത്തലങ്ങളിൽ ലക്ഷോപലക്ഷങ്ങൾ ഉള്ളവർക്ക് വേണ്ടി യാതൊന്നും ചെയ്യാതെ, നമ്മുടെ രക്ഷയുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താതെ നമ്മൾ മയങ്ങിക്കഴിയുകയാണ്. ഇതെല്ലാം മതി, ഇതുകൊണ്ടെല്ലാം നമുക്ക് കിട്ടും എന്നുള്ളൊരു ചിന്തയാണ്. ഞാൻ ലൂക്കോസിൻ്റെ 14-ാം അധ്യായത്തിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ലൂക്കോസിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം: എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ വെറുക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ലൂക്കോസ് 14:26 കേട്ടല്ലോ. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ വെറുക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എത്ര വലിയ ഒരു സന്ദേശമാണ് അവിടെയുള്ളത്. ഞാൻ എന്നെ തന്നെ വെറുക്കണം എന്ന് പറയുകയാണ്. സുവിശേഷത്തെ പ്രതി അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും വെറുക്കേണ്ടി വന്നാൽ മടിക്കാതെ വെറുക്കണം. അങ്ങനെ അല്ലാതെ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്നവിടെ തീർത്തും പറയുകയാണ്. നമ്മൾ സുവിശേഷത്തെ പ്രതി എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോഴായിരിക്കും മകളുടെ കല്യാണ ആവശ്യങ്ങൾ വരുന്നു, വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു. എനിക്കങ്ങ് നേരമില്ല. കർത്താവ് എന്തു പറയുന്നു? എൻ്റെ ശിഷ്യനാകണമെങ്കിൽ അവരെ വെറുക്കേണ്ടി വന്നാൽ വെറുക്കണം. സഹോദരന്മാരോടും സഹോദരിമാരോടും മാത്രമല്ല ഈ വെറുപ്പ്, സ്വജീവനെ, സ്വന്തം ജീവൻ എന്ന് പറയുമ്പോൾ സ്വന്തം ആരോഗ്യം, സ്വന്തം പ്രതാപം, ഇതെല്ലാമാണ് സ്വന്തം ജീവൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ സമ്പത്തിൻ്റെ സുരക്ഷിതത്വങ്ങൾ, എൻ്റെ ഭർത്താവിനെയോ ഭാര്യയോ പ്രിയപ്പെട്ടവരെയോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കല്യാണം കഴിച്ചു പോയതല്ലേ, അപ്പോൾ ദൈവം യോജിപ്പിച്ചതല്ലേ, മനുഷ്യൻ വേർപെടുത്തുന്നത് ശരിയാണോ? അതുകൊണ്ട് കെട്ടിയവൻ പറയുന്നു പള്ളിയിൽ പോകണ്ട, കെട്ടിയവൻ പറയുന്നു ആ ശുശ്രൂഷയ്ക്ക് പോകണ്ട, കെട്ടിപ്പോയില്ലേ കേൾക്കണ്ടേ, അനുസരിക്കണ്ടേ, ഇങ്ങനെ പോവുകയാണ് ഒത്തിരി പേരുടെ ആവശ്യങ്ങൾ. പക്ഷെ കർത്താവ് തറപ്പിച്ച് പറയുന്നു ലൂക്കോസ് 14:26 എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വജീവനെയും കൂടെ വെറുക്കാതിരിക്കുകയും ചെയ്യുന്നവന്, പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് ഷീൻ എന്നാണ്. ഞാൻ ഏകദേശം 4 വർഷത്തോളം അലർജി എന്നൊരു അസുഖത്തിൽ ഭാരപ്പെടുമായിരുന്നു. പ്രത്യേകിച്ച് ആ തുടക്കത്തിൽ ബീഫ് മാത്രം കഴിച്ചാലായിരുന്നു അലർജി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വർഷങ്ങൾ കടന്നു പോകും തോറും പാല്, തൈര്, മോര് അങ്ങനെ തുടങ്ങി പല ആഹാര സാധനങ്ങൾ എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു. ഇതിനുവേണ്ടി ഞാൻ ആശുപത്രിയിലും മറ്റും പോയപ്പോൾ ഡെഫ്ലാസിൻ എന്ന ടാബ്ലറ്റ് തരാനുണ്ട്. അത് കഴിക്കുമ്പോൾ നമുക്കൊരു താൽക്കാലികമായിട്ടൊരു ശമനം ഉണ്ടാകുന്നെങ്കിലും ഈ ആഹാരങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയേ കഴിയുള്ളൂ എന്ന് പറയാനിടയായി. അപ്പോൾ അങ്ങനെ മഞ്ഞാടിയിലെ സാറ് വരുന്നത് അറിയാനും പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനിടയായി. കർത്താവ് എനിക്ക് പൂർണ്ണമായി സൗഖ്യം തന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരം കഴിച്ചാൽ എൻ്റെ ശരീരത്തിൽ പോയിട്ട് അലർജിയില്ല. ഞാൻ ദൈവത്തിന് പൂർണ്ണമായി നന്ദി പറയുന്നു. എൻ്റെ മൊബൈൽ നമ്പർ 82 81 75 79 36 നന്ദി.